പോണത് പുളിങ്കറിയാണ്. നാടൻ പുളിങ്കറി. അതിന്റെ എന്തൊക്കെ വേണ്ട ആവശ്യത്തിനുള്ളത് ഞാൻ പറയാം. സാധനം: പരിപ്പ് വേവിച്ചത്, കുമ്പളങ്ങ, മുരിങ്ങക്കായ, മാങ്ങ. ഇന്ന് ഞാൻ മാങ്ങയിട്ടിട്ടാ ചെയ്യണേ. ഇത് പുളി ഒഴിച്ചിട്ടും ചെയ്യാം. മാങ്ങ ഉള്ളത് കൊണ്ട് മാങ്ങയിട്ട് ചെയ്യാണ്. പിന്നെ മുളക് പൊടി, മഞ്ഞപ്പൊടി, കടുക്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് വറുത്തിടാനുള്ള ഉള്ളി അരിഞ്ഞു വെച്ചതാണ്. മറ്റേത് ചതച്ച് വെച്ചേക്കാണ് ഉള്ളി. പിന്നെ എണ്ണ കാഞ്ഞു. ഇതിലേക്ക് ഞാൻ പരിപ്പ് വേവിച്ചതിനെ ഒഴിക്കുകയാണ്. മാങ്ങ അവസാനേ ഇടാൻ പാടുള്ളൂ. കുമ്പളങ്ങയും മുരിങ്ങക്കായും വെന്തതിന് ശേഷം മാങ്ങ ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് വല്ലാണ്ട് ഉടഞ്ഞു പോയി കളയും. ഒന്നര സ്പൂൺ മുളക് പൊടി ഇടാം. 1.5 സ്പൂൺ മുളക് പൊടി ഇടാം. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, ആവശ്യത്തിനുള്ളപ്പോൾ ഉപ്പ് കുറച്ചിടുക. പിന്നെ വേണമെങ്കിൽ ഇടാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. കഷ്ണം വെന്ത് കുറച്ച് വെന്തതും നമ്മൾ മാങ്ങ ഇടാതിരിക്കുക. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉള്ളി ചതച്ച് വെച്ചത് ഇടണം. ഇതൊക്കെ പാടി ഒന്നിച്ച് വേവണം. ഇതൊക്കെ കലക്കി വെച്ച് കഴിഞ്ഞു. വേവണ വരെ നമ്മൾ ഇതിനെ അടച്ചു വെക്കാം. നല്ലപോലെ വെന്ത് കഴിഞ്ഞു. കണ്ടോ, നന്നായിട്ട് വെന്തു. ഇനി നമുക്ക് മാങ്ങ ഇടാതിരിക്കാം. ഈ മാങ്ങ വെന്തത് ഇറക്കി വെക്കാം. കരിവേപ്പിൻ്റെ ഇലയിട്ട് ഇറക്കി വെക്കാം. അപ്പം നല്ലപോലെ മാങ്ങയും വെന്ത് കഴിഞ്ഞു. അതിൻ്റെ മുകളിൽ കരിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഇറക്കി വെക്കാം. നമുക്ക് ഇത് വെച്ചു. ഇപ്പം അതിലേക്ക് എണ്ണ ഒഴിക്കുക. അപ്പം ഇതിലേക്ക് കടുകിടാം. കടുക് പൊട്ടിയതും നമുക്ക് ഉള്ളി ഇട്ട് വറക്കാം. ഉള്ളി ചോക്കന വറക്കാം. ഇതിനെ ഇപ്പം നമ്മൾ ഇതിലേക്ക് ഒഴിക്കാം. ഇതാണ് നാടൻ പുളിങ്കറി. ഇത് വെറും മാങ്ങ ഇട്ടിട്ടും ചെയ്യാം, കുമ്പളങ്ങ വെറുതെ ഇട്ടിട്ടും ചെയ്യാം, മുരിങ്ങക്കായ ഇട്ടും ചെയ്യാം, എല്ലാ കഷ്ണം ഇട്ടിട്ടും ചെയ്യാം. ഇപ്പം ഞാൻ മാങ്ങ ഇട്ടിരിക്കണു. മാങ്ങ ഇല്ലാത്ത സമയം വരികയാണെങ്കിൽ ഇത്തിരി കൈ പുളി ഒഴിച്ചാൽ മതി എനിക്ക് പുളിങ്കറിക്ക്.